മിസ് ക്ലാസ് തുടങ്ങിയോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ. Good afternoon, Miss. Good afternoon. Good afternoon, all. Good afternoon, ma'am. Mute ചെയ്തേ എല്ലാവരും. Mute ചെയ്തേ. അജിത. Good afternoon, all. Good afternoon, ma'am. Okay. Good afternoon, ma'am. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രിന്റ് എടുത്ത എല്ലാവരും? ഓക്കെ. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓൺ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ത്രൂ അയക്കാട്ടാ. അപ്പൊ ഞാൻ അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ടൈം തരാം, 10 മിനിറ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട്. 10 മിനിറ്റ് പോരെ? ഓക്കെ. റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഈ ഇന്ററാക്ഷൻ വരുമ്പോൾ അവർക്ക് ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനാണ് ഇപ്പൊ നമുക്കിത് വന്നേക്കുന്നത്. അതാണ് കേട്ടോ. ചാപ്റ്റർ ഇപ്പൊ പുതിയ ന്യൂ ചാപ്റ്റർ 6 ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് OPD. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ്, അതായത് ഡോക്ടർ ജസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ഡോക്ടറുടെ അടുത്ത് നിന്ന് ഒരു അഡ്വൈസ് ലഭിക്കാൻ വേണ്ടി മാത്രം, അവരുടെ രോഗത്തിന് അഡ്വൈസ് ലഭിക്കാൻ വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ്. പേഷ്യന്റിന്റെ എന്ന് പറയുന്നതാണ് OPD. Where patients come to the hospital to consult their health issue with the doctors to start treatment. Start the treatment. എന്താണ്? പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു അസുഖത്തിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, എന്തൊക്കെ മാർഗങ്ങളാണ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർ കഴിക്കേണ്ടത് എന്നതിനുള്ള ഒരു ഡോക്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം വരുന്ന പേഷ്യൻസ്. OPD services are medical care provided on a outpatient basis. എന്താണ് OPD സർവീസസ്, അതിലുള്ള മെഡിക്കൽ കെയർസ് ഏതൊക്കെ രീതിയിലാണ് ആരോഗ്യക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഔട്ട് പേഷ്യന്റിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ ഔട്ട് പേഷ്യന്റിന് ഇപ്പൊ ജസ്റ്റ് മരുന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ജസ്റ്റ് മരുന്നുകൾ മാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മതിയെങ്കിൽ ജസ്റ്റ് അവർക്ക് മരുന്നുകൾ മാത്രം കൊടുക്കും. അതല്ല അവർക്ക് ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അവരുടെ മുറിവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ട് അവർ വരുന്നതാണെങ്കിൽ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ എന്താണ്
ഒരു ഔട്ട് പേഷ്യന്റിന് അവർക്കുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത് എങ്ങനെയാണ്? ആ രോഗിയുടെ രോഗത്തെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ അതിൽ ഉണ്ടാവും? ഡയഗ്നോസിസ്, അസുഖങ്ങള്, പിന്നെ ഒബ്സർവേഷൻ, ആ രോഗിനെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്തതിനു ശേഷം ആ രോഗിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത്, എന്തൊക്കെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നതിന്റെ ബേസിസിൽ കൺസൾട്ടേഷൻ, രോഗിനെ പേഷ്യന്റിനെ ഡോക്ടർ കണ്ടതിന് ശേഷം ഡോക്ടർ രോഗിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇന്റർവെൻഷൻ, എന്തെങ്കിലും എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും അവർക്ക് ട്രീറ്റ്മെന്റുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരുടെ മരുന്നുകൾ, അവരുടെ അസുഖത്തിന് വേണ്ടി എന്തൊക്കെ ആക്ഷൻസ്, അതായത് എന്തെങ്കിലും ഇപ്പൊ ഒരു കൈയൊടിഞ്ഞ് അതല്ലെങ്കിൽ കാലൊടിഞ്ഞ് അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വരുന്ന ഡോക്ടർ പേഷ്യന്റിനാണെങ്കിൽ എന്ത് ചെയ്യണം? പ്ലാസ്റ്റർ ഇടണം, അതല്ല ബാൻഡേജ് ചുറ്റിയ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മുറിവായിട്ട് വരുന്ന രോഗിക്ക് എന്ത് ചെയ്യണം? അവർക്ക് മുറിവ് ഡ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഇന്റർവെൻഷനിൽ വരുന്നത്. ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ പുനരധിവാസ ക്യാമ്പ് എന്ന് വെച്ചാല് നമുക്കിപ്പോ കൈയൊടിഞ്ഞ് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? ആ രോഗിക്ക് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അത് റിമൂവ് ചെയ്യും. അവർക്ക് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ളതൊക്കെ ചെയ്യില്ലേ? അതൊക്കെയാണ് ഈ റീഹാബിലിറ്റേഷനിൽ വന്ന ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതൊക്കെ ഈ റീഹാബിലിറ്റേഷൻ സർവീസുമായി ബന്ധപ്പെട്ടതാണ്. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD എന്ന് പറഞ്ഞാല് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. രോഗിയെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പേഷ്യൻസിന്റെ ഡിപ്പാർട്ട്മെന്റ്. Where patients come to the hospital to consult their health issues with the doctor to start treatment. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആളുടെ അസുഖത്തിന് ഡിസീസിന് എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ്, ചികിത്സ സ്റ്റാർട്ട് ചെയ്യും. OPD സർവീസസ് ആർ മെഡിക്കൽ കെയർ പ്രൊവൈഡഡ് ഓൺ എൻ ഔട്ട് പേഷ്യന്റ് ബേസിസ്. OPDയിലെ സർവീസ് ഔട്ട് പേഷ്യന്റിന്റെ രോഗങ്ങളുടെ ബേസിസിലാണ് അവർക്ക് ലഭിക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ അതിൽ പെടും? ഡയഗ്നോസിസ്, ഒബ്സർവേഷനിൽ ജസ്റ്റ് ഇപ്പൊ ലാബിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ഒബ്സർവ് ചെയ്യാനായിട്ട് നിരീക്ഷണങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ? BP ചെക്ക് ചെയ്യുക, ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. നെക്സ്റ്റ് ഡയഗ്നോസിസ് എന്താണ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ the identification of the nature of an illness or other problem by examination of symptoms. എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങൾ, രോഗമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ ആ രോഗത്തിന്റെ നേച്ചർ എന്താണ്, ആ രോഗിക്ക് ആ അസുഖം എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്, ആ രോഗിക്ക് എന്ത് രോഗമാണ്, എന്ത് ഡിസീസാണ്, അതല്ല ആ രോഗി ഇപ്പൊ ഒരു പനിയായിട്ട് വരുന്ന പേഷ്യന്റിന് ഇപ്പൊ BP ചെക്ക് ചെയ്യുമ്പോൾ ആ രോഗിക്ക് എന്താ BP കൂടുതലുണ്ട്, അതാണ് അതർ പ്രോബ്ലം ബൈ എക്സാമിനേഷൻ ഓഫ് സിംറ്റംസ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ സിംറ്റംസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഡയഗ്നോസിസ് ചെയ്യാം. നെക്സ്റ്റ് ഒബ്സർവേഷൻ, ആക്ഷൻ ക്ലോസ്ലി മോണിറ്ററിംഗ് സംവൺ. എന്ത് ചെയ്യുക? ആ രോഗിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, പരിശോധിക്കുക. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ കാണുന്നതിനെക്കാട്ടും മുമ്പ് നേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ BP ചെക്ക് ചെയ്തിട്ട് അത് എഴുതി വെക്കും, വെയിറ്റ് നോക്കും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷമല്ലേ നമ്മളെ ഡോക്ടറുടെ അടുത്തേക്ക് വിടുള്ളൂ. കൺസൾട്ടേഷൻ, എ മീറ്റിംഗ് വിത്ത് എൻ എക്സ്പെർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്. എന്ത് ചെയ്യാ? ഒരു മെഡിക്കൽ ഓഫീസറിനോടോ അല്ലെങ്കിൽ എക്സ്പെർട്ടിനോടോ, ഇവിടെ മെഡിക്കൽ ഓഫീസർ എക്സ്പെർട്ട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഡോക്ടറാണ്. ഡോക്ടറെ ഉപദേശം സ്വീകരിക്കും. ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കൺസൾട്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആരെയാ കൺസൾട്ട് ചെയ്യണേ? ഡോക്ടറിനല്ലേ. അപ്പൊ ഡോക്ടറെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അസുഖത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മരുന്ന് കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഇന്ന ഫുഡ്സ് കഴിക്കണം, ഇന്നതൊന്നും കഴിക്കാം, അങ്ങനെയൊക്കെ അഡ്വൈസ് തരും. അപ്പൊ ഓരോ ഡിസീസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്ടർമാര് അഡ്വൈസ് തരുന്നത്. അങ്ങനെ ഡോക്ടറിന്റെ, അതായത് ഒരു എക്സ്പേർട്ടിന്റെ ഉപദേശം തേടുക. ട്രീറ്റ്മെന്റ്, ദ മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ്
ഫോർ എൻ ഇൽനെസ് ഓർ ഇഞ്ചറി, എന്താണ് ആ വന്ന പേഷ്യന്റിന് അസുഖത്തെ ബേസ് ചെയ്ത് അതല്ലെങ്കിൽ ഇഞ്ചുറി, എന്തെങ്കിലും അപകടങ്ങൾ പറ്റും, എന്തെങ്കിലും മുറിയ അതല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്കിംഗ്, ഇപ്പൊ എല്ലൊടിയ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കുക. അതാണ് ട്രീറ്റ്മെന്റില്. അപ്പൊ അസുഖം മാത്രമേ ഉള്ളൂങ്കിൽ ഒരു അസുഖം മാത്രമേ ഉള്ളൂ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, മരുന്ന് കൊടുക്കും. വേറെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ, ആ രോഗിയുടെ ഡിസോർഡർ എന്ന് പറഞ്ഞാല് അസുഖത്തെ, ഡിസീസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള, ആളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കുക. അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിന് ഡ്രസ് മുറിവാക്കുകയാണെങ്കിൽ ഡ്രസ് ചെയ്യണമെങ്കിൽ ഡ്രസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ആക്ഷൻ എടുക്കുക, നടപടി സ്വീകരിക്കുക. റീഹാബിലിറ്റേഷൻ, ദ ആക്ഷൻ ഓഫ് restoring someone to health or normal life through training and therapy after illness. ഇതാണ് അസുഖം മാറിയതിനു ശേഷം ആ രോഗിക്ക് എന്തെങ്കിലും ട്രെയിനിങ് അതല്ലെങ്കിൽ തെറാപ്പികൾ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കയ്യൊക്കെ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് അത് എന്ത് ചെയ്യും അവർക്ക്? ഓക്കെ, എന്ത് ചെയ്യാം അവർക്ക്? ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യും. ഇപ്പൊ കയ്യൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ, ഒരു മാസം പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റർ മാറ്റി കഴിഞ്ഞ് എന്ത് ചെയ്യും, ആ പേഷ്യന്റിന് കൈ അനക്കാന് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്താ ചിലപ്പോ നീരുണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, സജസ്റ്റ് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യും. 2 ആഴ്ച ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യും, എന്നിട്ട് നോക്കാം. പിന്നെ കൈയിന്റെ ഉള്ളിൽ ബോൾ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതാക്കിക്കൊണ്ടിരിക്കും, മസാജിങ് പോലെ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു റീഹാബിലിറ്റേഷൻ ആണ്. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് ഇന്റർവെൻഷൻ ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. ഇപ്പൊ ഒരു രോഗിക്ക് വന്നിരിക്കുന്ന മെഡിക്കൽ ഡിസോർഡർ അതെന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഒരു അസുഖമായിരിക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, കയ്യോ കാലോ ഒടിഞ്ഞതാണെങ്കിൽ ഔഡിവായിരിക്കും. അത് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള, ഇപ്പൊ അസുഖമാണെങ്കിൽ അസുഖം മാറ്റാനുള്ള നടപടി സ്വീകരിക്കുക. കയ്യോ കാലോ ഒടിഞ്ഞതിന് അത് ശരിയാവാനായിട്ടുള്ള നടപടി, ആക്ഷൻ എടുക്കുക. എന്തൊക്കെയാണ്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് OPD, ലക്ഷ്യങ്ങളാണ് OPD-യിലുള്ളത്? പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ. എന്താണ് വരുന്ന OPD-യിൽ വരുന്ന പേഷ്യന്റിന് എന്ത് ചെയ്യാ? ഗുണനിലവാരമുള്ള കെയർ, പരിചരണം കൊടുക്കുക. ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കുക. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. മോഡേൺ ടെക്നിക്സുകൾ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും മോഡേൺ ടെക്നിക്സ് ആണ്. ഇപ്പൊ സ്കാനിങ് ആണെങ്കിലും എന്താണെങ്കിലും പുതിയ പുതിയ ടെക്നോളജീസ് അല്ലെ കൊണ്ടുവരുന്നത്. അതേപോലെ മോഡേൺ ടെക്നിക്സ് രോഗിയുടെ അസുഖം കണ്ടുപിടിക്കാനായിട്ട്, ആ രോഗിക്ക് എന്താ അസുഖം, ഇനി എന്താ ചെയ്യേണ്ടതിനുള്ള ഒരു മോഡേൺ ടെക്നിക്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റുകളും. ഇപ്പൊ പുറത്തിറങ്ങുന്ന ഡോക്ടേഴ്സ് എന്തായിരിക്കും? വെൽ ക്വാളിഫൈഡ്. അവര് പുറത്തു പോയി MD എടുത്ത് അങ്ങനെയൊക്കെ നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും രോഗിക്ക് കൊടുക്കുക. ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? രോഗിക്ക് പൂർണ്ണ സംതൃപ്തിയുള്ള രോഗി എന്തായിരിക്കണം? ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, നല്ല സംതൃപ്തി ഉണ്ടാവണം. ഗുഡ് പബ്ലിക് റിലേഷൻ. ഇപ്പൊ എന്താണ്, നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം തന്നെ ആ ഹോസ്പിറ്റലിൽ ഇന്ന സെക്ഷനിലല്ല, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡോക്ടറാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ള ഓരോ എന്തെങ്കിലും എൻക്വയറി നടത്തണമെങ്കിൽ നമ്മ എവിടെയാ പോവാ? PROന്റെ ഓഫീസിലായിരിക്കും. അപ്പൊ ഒരു നല്ല രീതിയിൽ ഗുഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ഗുഡ് പബ്ലിക് റിലേഷൻ. എന്താണ് ഒബ്ജക്റ്റീവ്സ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഗുണനിലവാരമുള്ള പരിചരണം അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് കൊടുക്കുക. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. മോഡേൺ ടെക്നിക്സുകൾ, നല്ല ചികിത്സയ്ക്കുള്ള ആധുനിക സാങ്കേതിക വിദ്യകള് ആളുടെ പരിചരണത്തിനും ട്രീറ്റ്മെന്റിനും ഇൻവെസ്റ്റിഗേഷന്റെ നിരീക്ഷണങ്ങൾക്കൊക്കെ കൊണ്ടുവരാം. സ്കാനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതിനുള്ള ടെക്നിക്സ് ഒക്കെ, സാങ്കേതിക വിദ്യ
ആധുനിക രീതിയിലായിരിക്കുക. ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ആ ഹോസ്പിറ്റലിലെ എല്ലാ ഫെസിലിറ്റീസും രോഗിക്ക് ഫുള്ളി നല്ല തൃപ്തി ഉണ്ടായിരിക്കുക. ഗുഡ് പബ്ലിക് റിലേഷൻസ്. നെക്സ്റ്റ്, ദി സ്കോപ്പ് ഓഫ് OPD ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. OPDയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൺസൾട്ടേഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട്. നമ്മൊരു ഡോക്ടർ, ഒരു ക്വാളിഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉപദേശം തേടുക, അതാണ് കൺസൾട്ടേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അസുഖത്തെ കുറിച്ച് അവരൊരു എന്താണ് ആ രോഗിക്ക് അസുഖം, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. പ്രൊസീജിയർ, ആ രോഗത്തിന് വേണ്ടി എന്തൊക്കെ നടപടികൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റും, ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ രോഗിയുടെ ബെറ്റർ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. സ്പെഷ്യാലിറ്റി സർവീസസ്, ആ രോഗിക്ക് എന്തൊക്കെ സ്പെഷ്യാലിറ്റി സർവീസ്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും സ്പെഷ്യാലിറ്റി സർവീസസുകളാണ്. ഇപ്പൊ പുതിയ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് രോഗങ്ങളെ സ്ഥിരീകരിക്കാനായിട്ട് അതിനുള്ള മോഡേൺ ടെക്നിക്സുകളൊക്കെ ഉൾപ്പെടുത്തുക. പ്രിവെന്റിങ് ആൻഡ് പ്രൊമോട്ടിങ് ഹെൽത്ത് കെയർ. എന്ത് ചെയ്യാ? നമ്മുടെ രോഗങ്ങൾ വരുന്നത് പ്രതിരോധിക്കാനായിട്ടും നല്ല ഒരു ഹെൽത്ത് കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യാ? ക്ലിനിക്കുകൾ എന്താണ്? ഒരു രോഗിയുടെ രോഗം അറിയുന്നതിനും അതിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് ക്ലിനിക്കുകൾ ഉണ്ടാവുക. വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം? ഡയബറ്റിക്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ്, ഇപ്പൊ ഷുഗർ പേഷ്യന്റ്, അവർക്കുള്ള ട്രീറ്റ്മെന്റുകള്. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാല് പ്രഗ്നൻസി ടൈമിൽ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട പരിചരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുകൾ, അവർക്ക് എന്തൊക്കെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ, നല്ല ഒരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതാണ് ആന്റിനേറ്റൽ. ഒരു പ്രഗ്നൻസി ടൈമിൽ ലേഡിക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ. റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു രോഗിയുടെ അസുഖം മാറിയതിന് ശേഷം ആളുടെ നോർമൽ ലൈഫ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ്ങുകളും തെറാപ്പികളാണ് റീഹാബിലിറ്റേഷൻ. അതിൽ പെടുന്നതാണ് ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി. ഈ ഓക്യുപേഷണൽ തെറാപ്പിയിൽ പെടുന്നതാണ് സ്പീച്ച് തെറാപ്പി, ലാംഗ്വേജ് തെറാപ്പി. ഇതൊക്കെ ഓക്യുപേഷണൽ തെറാപ്പിയിലാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാ? ആ രോഗിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്താണ്? രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടോ അതല്ല ഒരാളുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട് ആളുടെ ഫുഡ്സിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ്, എന്തൊക്കെ ഫുഡുകൾ ആഡ് ചെയ്യാം, എന്തൊക്കെ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്താലായിട്ട് ഇപ്പൊ നമ്മ മിക്കവാറും കണ്ടുവരുന്ന അസുഖമാണ് എന്താണ്? ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എന്താണ്? അതിന് എക്സസൈസുകൾ വേണം, ഫുഡ് കൺട്രോളിങ്, അങ്ങനെയൊക്കെ ഒരുപാട് മാറും. അങ്ങനെ അതിനെ കുറിച്ചുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക, പേഷ്യൻസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് സ്കോപ്പ് ഓഫ് OPDയിൽ വരുന്നത്. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസസ്. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് കെയർ. ക്ലിനിക്കുകൾ ഉണ്ടാവാം. പിന്നെ എന്തൊക്കെ? ഡയബറ്റിക് ആയുള്ള പേഷ്യൻസിനും ആന്റിനേറ്റൽ ആളുകൾക്കുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുക. റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി സെക്ഷൻ, ഓക്യുപേഷണൽ തെറാപ്പി സെക്ഷൻ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എന്തുണ്ടാവുക? ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം. അവരുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ. ലൊക്കേഷൻ ഓഫ് OPD. ലൊക്കേഷൻ എവിടെയാണ്? ഒരു OPD, ഒരു ഹോസ്പിറ്റലില് OPD എവിടെ സ്ഥിതി ചെയ്യണം? അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? നമ്മൾ കണ്ടിട്ടുണ്ട്. OPD എവിടെയായിരിക്കും? ഒരു ഹോസ്പിറ്റലില് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. നമ്മൾ ആദ്യം ചെല്ലും, എൻട്രൻസിൽ ചെല്ലും, റിസപ്ഷനിൽ ചെല്ലും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോക്കൺ എടുക്കും.
അപ്പൊ അതൊക്കെ എങ്ങനെയാ OPD സെക്ഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഷുഡ് ഷെയർ വിത്ത് IPD. ഈ OPDയിലെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് IPDയിലേക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റി, ഡയഗ്നോസ്റ്റിക്കിന്റെയും തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ഒക്കെ താഴെ OPDയിൽ ഇൻക്ലൂഡ് ചെയ്യുക. യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒരു ഇതിലുള്ള ഫ്ലോ ആയിരിക്കും. യൂണി ഡയറക്ഷൻ, ഓരോ ദിശയിലേക്കുള്ള ഫ്ലോ ആയിരിക്കണം. ഇപ്പൊ ഒരു റിസപ്ഷനിലേക്ക് പല സൈഡിലും എൻട്രൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കുറച്ച് തിരക്ക് വരും അല്ലേ, ക്ലാഷ് വരും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് യൂണി ഡയറക്ഷണൽ. പിന്നെ രോഗികൾക്ക് ഇപ്പോ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനിലേക്ക് ഓരോ ദിശയിലേക്ക് ഓരോ സെക്ഷൻ വെക്കാം. അങ്ങനെയുള്ള യൂണി ഡയറക്ഷണൽ ഫ്ലോ ഉണ്ടായിരിക്കുക. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, ഇപ്പൊ OPDയിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നവീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒന്നുകൂടി വിപുലീകരിക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഇടുക, ഒരു സ്കോപ്പ് കൊടുക്കുക. ലൊക്കേഷൻ ഓഫ് OPD ഓൺ ഗ്രൗണ്ട് ഫ്ലോർ താഴത്തെ നിലയിലായിരിക്കുക. പിന്നെ കൂടാതെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് IPDയിലേക്ക് ഷെയർ ചെയ്യുക. ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്, രോഗനിർണയത്തിനും അതിനുള്ള ഫെസിലിറ്റി, തെറാപ്പിക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, അങ്ങനെയുള്ളതിനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക. യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒരേ ദിശയിലേക്കുള്ള ഫ്ലോ ഉണ്ടായിരിക്കുക. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, എന്തെങ്കിലും വിപുലീകരണോ അങ്ങനെ എന്തെങ്കിലും നവീകരണങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ ആണോ? മെസ്സേജ് ഇടാം. നെക്സ്റ്റ്, ഏരിയ ഓഫ് OPD. ഏരിയ, ഏതൊക്കെ ഏരിയയാണ് OPDയിലുള്ളത്? ഏതൊക്കെ ഏരിയ ആയിരിക്കും ഉള്ളത്? മൂന്ന് ഏരിയാസ് ഉണ്ടാവും. ഡിഫറെന്റ് ഏരിയാസ് ആണ് OPDയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതെന്നാ? ഒരു പേഷ്യന്റിന് വരുന്ന OPDയിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പേഷ്യന്റിന് ഒരു ഏരിയ, അത് കഴിഞ്ഞ് അതുകൂടാതെ എന്താണ് ക്ലിനിക്കൽ ഏരിയ, അതായത് കൺസൾട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഏരിയ, ക്ലിനിക് അതൊക്കെ കൺസൾട്ട് ചെയ്യാനൊക്കെ ഉള്ള ഏരിയനെ ക്ലിനിക്കൽ ഏരിയ എന്ന് പറയും. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് ബില്ല് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരും. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എൻട്രൻസ്, എന്താണ് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ ഏരിയ എൻട്രൻസ്. നെക്സ്റ്റ്, വന്നു കഴിഞ്ഞാൽ ആരുടെയും റിസപ്ഷനിലേക്ക് ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യും അല്ലേ, ടോക്കൺ എടുക്കും. അപ്പൊ എന്താണ് നെക്സ്റ്റ്? രജിസ്ട്രേഷൻ. നെക്സ്റ്റ് റിസപ്ഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് ടോക്കൺ എടുക്കും. അപ്പൊ എന്താണ് അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്യണേ. നെക്സ്റ്റ് രജിസ്ട്രേഷൻ. നെക്സ്റ്റ് എന്താണ്? ആ വരുന്ന പേഷ്യൻസ് അവിടെ മുമ്പ് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെയും അവർക്കൊരു റെക്കോർഡ് ഉണ്ടാവും, ഒരു ഫയൽ ഉണ്ടാവും. എന്താ? റെക്കോർഡ് റൂം. നെക്സ്റ്റ് എന്താണ്? വെയിറ്റിംഗ് ഏരിയ. ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് അവിടെ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ വെയിറ്റിംഗ് ഹാളോ അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡോക്ടറിന്റെ ഇവിടെ എന്ത് ചെയ്യും? വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. വെയിറ്റിംഗ് ഏരിയ. ഇപ്പൊ ഡോക്ടർ കാണാൻ കുറെ നേരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാവിലെ വന്ന പേഷ്യന്റിന് അവർക്ക് റീഫ്രഷ്മെന്റ് അതെന്തെങ്കിലും ഇത് വേണമെങ്കിൽ സ്നാക്ക് ബാർ. പിന്നെ എന്താണ്? ATM മിഷൻ. ഏതൊക്കെയാണ് പേഷ്യന്റ് ഏരിയയിൽ വരുന്നത്? എൻട്രൻസിൽ വന്ന അവർ റിസപ്ഷനിൽ വരും. റിസപ്ഷനിൽ വന്നിട്ട് എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. അവരെ റെക്കോർഡ് എടുക്കും. പിന്നെ അവരെന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും റിഫ്രഷ്മെന്റ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ സ്നാക്ക് ബാർ. പൈസ എന്തെങ്കിലും അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ ബില്ലടക്കാനോ ഒക്കെ എന്തെങ്കിലും എന്ത് ചെയ്യാം? ATM മിഷന്റെ സൗകര്യം. അപ്പൊ എന്താണ് പേഷ്യന്റ് ഏരിയ? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മിഷൻ. ഇതൊക്കെയാണ് ഒരു പേഷ്യന്റിന് കയറി ചെല്ലാൻ ഒരു പേഷ്യന്റിന് പോകാൻ പറ്റുന്ന പേഷ്യന്റിന്റെ ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാല് അഡ്മിനിസ്ട്രേറ്റീവിന്റെ എന്തായിരിക്കും? ഓഫീസ് ഉണ്ടായിരിക്കും. PROന്റെ ഓഫീസ് ഉണ്ടായിരിക്കും ഇല്ലേ?
അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, പിന്നെ അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, ബില്ലിംഗ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി, ഓരോ ഐസിന്റെ മുമ്പിൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അതല്ല ഇപ്പൊ എൻട്രൻസീസ് തന്നെ സെക്യൂരിറ്റിനെ നിർത്തിയിട്ടുണ്ട്. എന്താണ്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിന് അപ്പൊ വീൽ ചെയറോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, ആദ്യം തന്നെ വീൽ ചെയർ കൊണ്ടുതരും. അതൊക്കെ ഈ സെക്യൂരിറ്റീസ് അല്ല ചെയ്യണത്. നമ്മ കാറ് നിർത്തി കഴിയുമ്പോ തന്നെ സെക്യൂരിറ്റി വീൽ ചെയർ കൊണ്ടുതരും. അപ്പൊ സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, ഇപ്പൊ ആംബുലൻസിന്റെ എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ലഭ്യമാക്കാനൊക്കെ വേണ്ടിയിട്ട് അതാണ് ട്രാൻസ്പോർട്ട്. പിന്നെ സ്റ്റോർ റൂം, ഹോസ്പിറ്റലിലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോർ റൂം. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. നെക്സ്റ്റ്, ഈ രോഗിയുടെ, ഈ പേഷ്യന്റിന്റെ ഡിസീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഏരിയയിൽ അല്ല കൺസൾട്ടന്റ് ഏരിയയിൽ ചെയ്യാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് കൺസൾട്ടിങ് ഏരിയയിൽ വരുന്നത്? ക്ലിനിക്കൽ ഏരിയയിൽ കൺസൾട്ടിങ് എന്ത് ചെയ്യണം? രോഗിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതാണ് കൺസൾട്ടേഷൻ. എക്സാമിനേഷൻ റൂം, എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാല് ആ രോഗിയുടെ എന്തെങ്കിലും ഇപ്പൊ ഡോക്ടർ ആളെ ചെക്ക് ചെയ്ത് അതിനുശേഷം ഡോക്ടർക്ക് എന്തെങ്കിലും ഈ പേഷ്യന്റിന്റെ എന്തെങ്കിലും അറിയേണ്ടതുണ്ട്. ഇപ്പൊ BP അറിയണം, അല്ലെങ്കിൽ ഷുഗർ അറിയണം, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേ എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ECG എടുക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് ഉണ്ട്. അതൊക്കെയാണ് ഈ എക്സാമിനേഷൻ റൂമിൽ വരുന്നത്. പിന്നെ എന്താണ്, പൊട്ടോ അല്ലെങ്കിൽ ചതവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒടിവൊക്കെ ആയിട്ട് വരുന്ന രോഗികളെ എനിക്ക് എന്ത് ചെയ്യണം? ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകണം. എന്താണ്, അവരുടെ മുറിവൊക്കെ ഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടാനൊക്കെ ഡ്രസ്സിംഗ് റൂം ഉണ്ടായിരിക്കും. അപ്പൊ കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം. പിന്നെ ഫിസിയോതെറാപ്പി, ഈ എന്തെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യേണ്ട പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കുക. പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നതാണ് കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കാനൊക്കെ ആയിട്ട് ബ്ലഡ് ബാങ്ക്, റേഡിയോളജി, എന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെ ഏരിയ ഉള്ള? പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയില് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, അക്കൗണ്ട്സ്, ബില്ലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, സെക്യൂരിറ്റി ആൻഡ് സ്റ്റോർ റൂം. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ്, ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ ഏതൊക്കെയാണ്? കൺസൾട്ടേഷൻ, ഇതാണ് ഡോക്ടറുമായി രോഗിയുടെ കൺസൾട്ടേഷൻ ചെയ്യുക. നെക്സ്റ്റ്, ഫർദർ എന്തെങ്കിലും സ്കാനിങ്ങോ ഫർദർ എന്തെങ്കിലും പേഷ്യന്റിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുണ്ടെങ്കിൽ എക്സാമിനേഷൻ റൂം. നെക്സ്റ്റ്, രോഗിയുടെ വല്ല മുറിവോ ചതവോ അല്ലെങ്കിൽ വല്ല ഒടിവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡ്രസ് ചെയ്യാനായിട്ട് ഡ്രസ്സിംഗ് റൂം. ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി. പിന്നെന്താണ്, ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കും, റേഡിയോളജി ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലൈംസ് ഇൻ OPD. എന്താണ്, ഒരു രോഗി ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് വരെയുമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ സെക്ഷനിലൂടെയാണ് ഈ രോഗി കടന്നു പോകുന്നതെന്ന്. OPD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ രോഗി എന്തിനു വരുന്നതായിരിക്കും? ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ മാത്രം, ഒരു ഡോക്ടറെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം വരുന്നതായിരിക്കും. അപ്പൊ അവര് ഒരു ഇതെന്തായിരിക്കും, ആദ്യം തന്നെ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ എൻട്രൻസ് ചെയ്യും. ആലോചിച്ചോക്കെ, നമ്മൾ ജസ്റ്റ് ഡോക്ടർ, നമുക്കൊരു പനി പിടിച്ചു, നമ്മൾ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ കയറും, എന്നിട്ട് എന്ത് ചെയ്യും? റിസപ്ഷനിൽ ചെന്ന് രജിസ്ട്രേഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മ ആ ഡോക്ടർ, ഫിസിഷ്യൻ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ട ഡോക്ടർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ചെന്ന് വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ നമ്പർ വിളിക്കും. എത്രയാണ്? നമ്മുടെ നമ്പർ 10 ആണ്. ഡോക്ടർ നമ്പർ അനുസരിച്ച് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺസൾട്ടേഷൻ റൂമിലേക്ക് പോകും.
അപ്പൊ ഡോക്ടർ നമ്മളെ ചെക്ക് ചെയ്തിട്ട് പറയണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് പോകും. നമ്മ എന്ത് ചെയ്യും, ലാബിലേക്കോ അങ്ങനെ എന്തെങ്കിലും എവിടെയാണോ പോകേണ്ടത് അവിടെ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്ന ഡോക്ടർ ഇന്ന മരുന്നുകൾ കഴിക്കാനൊക്കെ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫയലിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എവിടെ നിന്ന് പോയി മേടിക്കും, ഫാർമസിയിൽ നിന്ന് മരുന്ന് പോയി വാങ്ങിക്കും. മരുന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് പോരും, എക്സിറ്റ് ചെയ്യും. അപ്പൊ നോക്കിയേ ആ ഫ്ലോ പാറ്റേൺ ഒന്ന് നോക്കി. എൻക്വയറി, നമ്മ എന്ത് ചെയ്യും, പുതിയ ഒരു ഹോസ്പിറ്റലിൽ നമ്മ പോയിട്ട് ഇതുവരെയും പോകാത്തൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മ എന്ത് ചെയ്യും, ആദ്യം എൻക്വയറി അല്ലേ ചെയ്യാം. എൻക്വയറി സെക്ഷനിൽ പോയി ഇങ്ങോട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇല്ലേ, എൻക്വയറി റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എൻക്വയറി സെക്ഷനിൽ പോയി എൻക്വയറി, അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷനിൽ റിസപ്ഷന്റെ സെക്ഷനിൽ പോയി ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഡോക്ടർ ഇരിക്കുന്ന വെയിറ്റിംഗ് ഹാൾ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ കയറും. പിന്നെ ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും സ്കാനിങ്ങോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങോ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് അതിനു വേണ്ടി പോകും. പിന്നെ നെക്സ്റ്റ് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് എക്സിറ്റ് ചെയ്യും. ഓക്കെ, എൻക്വയറി, registration, waiting hall, consultation, investigation facilities, pharmacy, and exit. Last, exit. Okay. Equipments. ഇപ്പൊ നമ്മ ഏരിയ പഠിച്ചപ്പോ 3 ഏരിയ പഠിച്ച് എന്നൊക്കെ പറഞ്ഞ്, പേഷ്യന്റിന് ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്. അതേപോലെ ഈ ഹോസ്പിറ്റലിലെ OPD സെക്ഷനിൽ 4 ടൈപ്പ് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. ഒന്ന് ഡയഗ്നോസ്റ്റിക്, നമ്മുടെ അസുഖം കണ്ടുപിടിക്കുന്നതിന്, എന്ത് അസുഖമാണ് അതിനുള്ള ഡയഗ്നോസ്റ്റിക്, രോഗനിർണയത്തിനുള്ള എക്യുപ്മെന്റ്സ്. പിന്നെ തെറാപ്യൂട്ടിക്, നമ്മുടെ തെറാപ്പി ചെയ്യാനായിട്ട്. പിന്നെ നെക്സ്റ്റ് മോണിറ്ററിങ്, നമ്മുടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, മോണിറ്ററിങ്, നമ്മുടെ മോണിറ്റർ സ്ക്രീന് പോലെ, കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ പോലെ മോണിറ്ററൈസ് ചെയ്യാൻ. ഇൻസ്ട്രുമെന്റ്, ഉപകരണം, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് വേണ്ടതെന്ന്. ഇപ്പൊ നോക്കിയേ, ഡയഗ്നോസ്റ്റിക് ചെയ്യാനായിട്ട് BP അപ്പാരറ്റസ്. BP അപ്പാരറ്റസ് എന്ന് പറഞ്ഞാല് നമ്മുടെ BP ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് BP അപ്പാരറ്റസ്. എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ വായയിലൂടെയൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഈ എന്താണ് വയറിന് എന്തെങ്കിലും അബ്ഡോമിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവര്, ഇപ്പൊ അൾസർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ വായയുടെ ഉള്ളിൽ എന്തെങ്കിലും ഫോട്ടോസ്, അവർക്ക് എന്തെങ്കിലും രോഗനിർണയം നടത്തണം, എന്താണ് അവരുടെ പ്രശ്നം എന്ന് അറിയാനായിട്ട്. അപ്പൊ വായയിലൂടെ ഒരു ട്യൂബ് ഇട്ടുങ്ങാട്ട് ഒരു ഡോക്ടർ എക്സ്റേ പോലെ, എക്സ്റേ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഈ സ്കാനിങ്ങിലൂടെ, എൻഡോസ്കോപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ചില രോഗികൾക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും, എന്ത് ഫുഡ് കഴിച്ചാൽ അവർ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അൾസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ എൻഡോസ്കോപ്പി ചെയ്യുന്നതാണ്. വയറിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, എന്താണ് പ്രശ്നം എന്ന് അറിയാനായിട്ട്. പിന്നെ എന്താണ് പോർട്ടബിൾ എക്സ്റേ, എക്സ്റേ എടുക്കൂലേ, അതാണ് പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ USG. USG എന്ന് പറഞ്ഞാല് അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് സോണോഗ്രഫി എഴുതണമെങ്കിൽ എഴുതിക്കോട്ടാ ഇതോടൊപ്പം തന്നെ. USG അൾട്രാസൗണ്ട് സോണോഗ്രഫി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഉയർന്ന ശബ്ദതരങ്ങള് കടത്തി വിട്ടുങ്ങാട്ട് ഒരു ഇമേജിങ് ടെസ്റ്റ് എടുത്തുക. ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസിന് സ്കാനിങ് ചെയ്യൂലേ, അപ്പൊ ഈ അൾട്രാസൗണ്ട് സോണോഗ്രഫി വെച്ചിങ്ങാട്ടാണ് ചെയ്യുക. ഇപ്പൊ ആ ഒരു സാധനം ഉണ്ട്, കയ്യിൽ പിടിച്ചിങ്ങാട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വയറുമ വെച്ചിങ്ങാട്ടൊക്കെ. അപ്പൊ അതൊക്കെ അതെന്ത് ചെയ്യാൻ പറ്റും, ഈ കുഞ്ഞു കിടക്കുന്ന പൊസിഷൻസ് എങ്ങനെയാണ് കിടക്കുന്നത്, ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ എന്താണ്, ഈ അൾട്രാസൗണ്ട് സോണോഗ്രഫി ആണ്. പിന്നെ ഈ അപ്പൻഡിക്സിന്റെ വയറുവേദനയൊക്കെ വരുമ്പോ അബ്ഡോമന്റെ സ്കാനിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എക്കോ എന്ന് പറഞ്ഞാല് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ തിരിച്ചറിയാം. ഹാർട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് അണപ്പ് വരുന്ന പേഷ്യൻസിന്, ഈ ശ്വാസം മുട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ ഡോക്ടർ എക്കോ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഹാർട്ടിന് എന്തെങ്കിലും
കംപ്ലൈന്റ് ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് എക്കോ ചെയ്യുന്നത്. അതും ഇതേപോലെ ശബ്ദതരംഗ ഉയർന്ന തീവ്രതയുള്ള ശബ്ദതരംഗങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ USG എന്ന് പറഞ്ഞാല് അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് സോണോഗ്രഫി എന്ന് വെച്ചാല് ഈ പ്രഗ്നന്റ് ലേഡീസിന് സ്കാൻ ഒക്കെ ചെയ്യൂലേ, അവര് വയറുമ്മ വെച്ചിങ്ങാണ്ട് ഒരു സാധനം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളിലെടുത്ത് ഒരു ഇമേജിങ് പോലെ ഒരു ഫോട്ടോ പോലെ അവർക്ക് അത് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ കുഞ്ഞിന്റെ പൊസിഷനും കുഞ്ഞു ഓക്കെ ആണോ നോർമൽ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഈ അപ്പൻഡിക്സിന്റെ വയറുവേദന അങ്ങനെയുള്ളതൊക്കെ വരുമ്പോ ഈ അൾട്രാസൗണ്ട് സോണോഗ്രഫി ചെയ്ത് ഈ വയറിന്റെ ഉള്ളില് ഈ അപ്പൻഡിക്സിന്റെ പൊസിഷനും അതിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതെന്താണ് ഡയഗ്നോസ്റ്റിക് ചെയ്യാനാണ് അല്ലെ, രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. എക്കോ എന്ന് പറഞ്ഞാല് ഹാർട്ട് സംബന്ധമായ ആരോഗ്യക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നിർണയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ്. എന്താണ് BP അപ്പാരറ്റസ്, BP ഉണ്ടോ. എന്താണ് എൻഡോസ്കോപ്പ് എന്ന് വെച്ചാൽ വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്. പിന്നെ പോർട്ടബിൾ എക്സ്റേ, ഒടിവോ ചെതവോ മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. പോർട്ടബിൾ USG അൾട്രാസൗണ്ട് സോണോഗ്രഫി, എക്കോ ടെസ്റ്റ്. നെക്സ്റ്റ് എന്താണ് തെറാപ്യൂട്ടിക് നെബുലൈസർ. നെബുലൈസർ നമുക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞതിന്റെ ആവശ്യമുണ്ടത് പറഞ്ഞോ. എന്താണ് ശ്വാസം മുട്ടുള്ള രോഗിക്ക് അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാലൊക്കെ വെക്കാറുണ്ട് അല്ലെ, നെബുലൈസ് ചെയ്യിക്കും ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാറിംഗോസ്കോപ്പി. ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാല് ഈ കഴുത്തിന്റെ തലയ്ക്കൊക്കെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ഇപ്പൊ തൊണ്ടയില അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് വോയിസ് ബോക്സിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്താണ് ചെറിയൊരു ഉപകരണം ഡോക്ടർമാർ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഇപ്പൊ നമുക്ക് വോയിസ് ബ്രേക്ക് ആയിട്ട് പോണ്, അല്ലെങ്കിൽ വോയിസ് നല്ലോണം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി സംസാരിക്കാതായി പോണ്, അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതെന്താ ശ്വാസകോശ സംബന്ധമായ ആരുടെ സഹായത്തോടെ വേണം, ഒരു പൾമനോളജിസ്റ്റിന്റെ സഹായത്തോടെ ഒരു നേർത്ത ട്യൂബ് മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ കടത്തി വിട്ടുങ്ങാട്ട് ശ്വാസകോശത്തിലേക്ക് കടത്തിവിടും. എന്നിട്ടാണ് അറിയാൻ പറ്റും ശ്വാസകോശത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും തകരാറുകളുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ശ്വാസകോശത്തില് അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണ് ശ്വാസം ഇവിടെ എന്തെങ്കിലും തടഞ്ഞു നിൽക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബ്രോങ്കോസ്കോപ്പ്. നെക്സ്റ്റ് മോണിറ്റർ ചെയ്യാം. ഒന്ന് നോക്കിയേ എന്തായിരിക്കും മോണിറ്റർ ചെയ്യാൻ. നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മോണിറ്റർ ചെയ്ത് നോക്കാൻ നമ്മളാ. ഒരു രോഗിയുടെ ഹാർട്ട് ബീറ്റ് നോക്കൂലേ, പിന്നെന്താ പൾസ് നോക്കും അല്ലേ. എന്താണ് പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാല് പൾസ് നോക്കാനായിട്ട് ഈ കൊറോണയുടെ ടൈമില് അല്ലേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ്, മിക്കവരും മേടിച്ചത് പൾസ് ഓക്സിമീറ്റർ. അന്ന് എന്താണ് ആ പനി വരുമ്പോ പൾസ് കുറയാനും ഓക്സിജന്റെ അളവ് കുറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മിക്കയിടത്തും ഉണ്ടായിരുന്നു പൾസ് ഓക്സിമീറ്റർ. കാർഡിയാക് മോണിറ്റർ. എന്ന് വെച്ചാല് ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ഒരു മോണിറ്റർ പോലെ. അപ്പൊ അതിലെന്ത് ചെയ്യും, ഈ രോഗിയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നമ്മുടെ ECGയിലൊക്കെ കാണൂല, അതേപോലെ രോഗിയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കാണാൻ പറ്റും. കണ്ടിട്ടില്ലേ അതെല്ലാവരും? കണ്ടിട്ടില്ലേ കാർഡിയാക് മോണിറ്റർ? അതിന്റെ വയറുകൾ ഈ രോഗിയുടെ മേത്ത് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ രോഗിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും. ECG മെഷീൻ ഹാർട്ട് ബീറ്റ് രോഗിയുടെ ഹാർട്ടിന്റെ ഇത് നോക്കാൻ ECG നോക്കാനായിട്ട്. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ്. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആണെന്ന്. IV സെറ്റ് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ട്രിപ്പൊക്കെ ഇടൂലേ, ട്രിപ്പൊക്കെ ഇടുമ്പോ അതിന്റെ ഡ്രോപ്സ് വീഴണത് കൂട്ടാനും കുറക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെ ഒരു ചെറിയൊരു ചക്രം പോലെ ഉണ്ടാവും. അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രോപ്സ് വീഴുന്നത് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. അതാണ് IV സെറ്റ്. പിന്നെ
ട്രാങ്കിയോസ്റ്റമി. ട്രാങ്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് ഈ ഇൻവെർട്ടറിലൊക്കെ ഈ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് പിന്നെ ഈ വെന്റിലേറ്ററിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന്, അതായത് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റിനൊക്കെ എന്താവും, സ്വയം ശ്വസിക്കാൻ പറ്റില്ല. മൂക്കിലൂടെയും വായിലൂടെയും എന്തെന്നാ അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഡോക്ടർമാര് ഈ കഴുത്തിന്റെ ഇവിടെ ഇട്ട് ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിങ്ങാട്ട് അതിലൂടെ ശ്വസിക്കാൻ സഹായിക്കും. ഒരു ശ്വസനനാളത്തിലേക്ക് ഈ മുറിവിലൂടെ ഒരു ട്യൂബ് കടത്തി വിട്ടിട്ട് ശ്വസിക്കാൻ സഹായിക്കും. അതിനെ പറയുന്നതാണ് ട്രാങ്കിയോസ്റ്റമി. എന്താണ്, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ്, അതല്ലെങ്കിൽ കോമ സ്റ്റേജില്, അതല്ലെങ്കിൽ ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത്, അതല്ലെങ്കിൽ കൂടുതലായിട്ട് മ്യൂക്കസും ഉമിനീരൊക്കെ ഇതായവർക്ക് സ്വയം തുപ്പിക്കളയാൻ പറ്റുന്നില്ല, അവരെന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് അത് പറ്റുന്നില്ലെങ്കിൽ പറയില്ലേ, ഈ കഫം നീക്കം ചെയ്ത് ഇവിടെ ഒരു മുറിവുണ്ടാക്കി അതിലൂടെ ട്യൂബ് ഇട്ട് നീക്കം ചെയ്തെന്നൊക്കെ, അതൊക്കെയാണ് ഈ ട്രാങ്കിയോസ്റ്റമിയിൽ പറഞ്ഞത്. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ്, അതല്ലെങ്കിൽ ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റിനൊക്കെ സ്വയം ശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഒരു കഴുത്തിന്റെ അവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ട് ശ്വാസകോശത്തിലേക്ക് ഒരു ട്യൂബ് ഇട്ടുന്നാട്ട് അവർ ശ്വസിക്കാൻ സഹായിക്കും. അതാണ് ട്രോങ്കിയോസ്റ്റമി. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാല് ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ട്രോളി, ഇൻസ്ട്രുമെന്റ് ട്രോളി. കണ്ടിട്ടുള്ള ഒരു ട്രോളി പോലെ വെച്ച് കാണിച്ച് നെബുലൈസ് ചെയ്യാനുള്ള മെഷീൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ECG എടുക്കുക, അതിന്റെയൊക്കെ വെച്ച് കാട്ടി ഒരു കൂട്ടിക്കൊണ്ടു പോകുന്നത്, അതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി. എന്താണ് ഡയഗ്നോസ്റ്റിക്കിന്? BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG എക്കോ. നെക്സ്റ്റ് തെറാപ്യൂട്ടിക്കിന് നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു രോഗിയുടെ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ, IV സെറ്റ്. ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണ്? IV സെറ്റ്, ട്രാങ്കിയോസ്റ്റമി, ഇൻസ്ട്രുമെന്റ് ട്രോളി. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് OPD. OPDയിലെ പ്രവർത്തനങ്ങള്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്. ഏർലി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് നേരത്തെയുള്ള രോഗനിർണയം വന്നു കഴിഞ്ഞിപ്പോ ക്യാൻസർ ആക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിക്കുക. ഏർലി ഡയഗ്നോസിസ്. ക്യൂറേറ്റീവ്, രോഗശമനം, എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ട് അതിന് മാറാം, ശമനം കിട്ടില്ല. ക്യൂറേറ്റീവ്. പ്രിവെന്റീവ്, എന്താണ്, രോഗങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യുക, പ്രതിരോധിക്കുക, പ്രതിരോധ മാർഗങ്ങൾ. ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ, റീഹാബിലിറ്റേറ്റീവ് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, അങ്ങനെയുള്ള കെയർ കൊടുക്കുക. എന്താണ്? ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു കിടപ്പ് രോഗി, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വരാൻ പറ്റാത്ത പേഷ്യന്റിന് നമ്മൾ നൽകുന്ന ട്രീറ്റ്മെന്റുകളാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. അവര് അങ്ങനെയുള്ള രോഗികൾക്ക് അവര് അസുഖത്തിന്റെ ബേസിസിൽ നൽകുന്നത്. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസിൽ എന്ത് ചെയ്യുക, രോഗികൾക്ക് നല്ല രീതിയിലുള്ള എഫക്റ്റീവായ ഒരു ചികിത്സ കൊടുക്കുക. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള സ്ക്രീനിങ്. ഫോളോ അപ്പ്, കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. എന്താ ചെയ്യാ, ഒരു രോഗി ഡോക്ടർ കൺസൾട്ട് ചെയ്ത് എന്നിട്ട് പറയണം ഫോളോ അപ്പ്, അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വീണ്ടും ആ ഡോക്ടർ കൺസൾട്ട് ചെയ്യണം. ആ രോഗിക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇപ്പൊ എങ്ങനെയൊക്കെ ആയി, ഹെൽത്ത് ഓക്കെ ആയോ, അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുത്തിട്ടാണ് ഈ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഒരു രോഗിനെ ഡിസ്ചാർജ് ആകിയതിനു ശേഷം ആ രോഗിക്ക് എന്തൊക്കെ കെയർ കൊടുക്കണം, എന്തൊക്കെ മെഡിസിൻസ് ആണ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതല്ല ഇനി തിരിച്ചെന്ന ഹോസ്പിറ്റലിൽ വീണ്ടും ഡോക്ടർ കാണാൻ വരണം, എന്തൊക്കെ തരത്തിലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യണം, എന്തൊക്കെ തരം ഫുഡുകളാണ് ആ രോഗിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ, ഒരു അവയർനെസ്. പ്രൊമോഷൻ ഓൺ ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ? എന്താണ്
ആളുകളുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഹെൽത്ത് ആരോഗ്യം വർദ്ധിപ്പിക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ രോഗികളുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് ആരോഗ്യം മെച്ചപ്പെടുത്തുക. റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്താണ് നമ്മുടെ നമ്മളെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി, ഗുഡ് ആക്കാൻ വേണ്ടി എന്തൊക്കെ രോഗപ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ആളുകൾക്ക് നൽകുക പ്രവർത്തനങ്ങളാണ് ഒരു അവയർനെസ്. പ്രൊമോഷൻ ഓൺ ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ത്രൂ ഹെൽത്ത് ആരോഗ്യം വർദ്ധിപ്പിക്കുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ് ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിൽ എന്താണ് പുതുതായിട്ട് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആ ഏരിയ ബേസ് ഒരു ഡിസീസസ് സ്പ്രെഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ആ ഭാഗത്തുള്ള ആരോഗ്യ പ്രവർത്തകർ എന്ത് ചെയ്യും, അവർക്കൊരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത്, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ഇപ്പൊ നിപ്പ വന്നപ്പോഴ് അല്ലെങ്കിൽ കൊറോണ വന്നപ്പോഴൊക്കെ നമുക്കൊരു ഹെൽത്ത് ഇത് തന്നില്ലേ, പ്രൊമോഷൻ തന്നില്ലേ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ടിവിയിലൂടെയും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് വന്നു. അങ്ങനെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തെടുത്ത് OPDയുടെ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയാണ് അല്ലെങ്കിൽ നമ്മ ഇതാവേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ക്രീനിങ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഇപ്പൊ റിസപ്ഷനിൽ ചെന്ന് കണ്ടിട്ട് എന്തൊക്കെ ടോക്കൺ എടുക്കാൻ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു സ്ക്രീനിങ് ഒരു ഇത് തരിക നമുക്ക്. ഇന്ന് എന്തൊക്കെയാ എടുത്തേ? ഫസ്റ്റ് വൺ ഏർലി ഡയഗ്നോസിസ്. ഏർലി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെയുള്ള രോഗങ്ങൾ. ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റിനാണെങ്കിൽ ആളുടെ 3 സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ രോഗം കണ്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അപ്പൊ അറിയില്ലേ, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് നോക്കായിരുന്നു എന്നൊക്കെ ഡോക്ടേഴ്സ് പറയണേക്കെ. അതേപോലെ ഏർലി ഡയഗ്നോസിസ് നേരത്തെയുള്ള രോഗനിർണയം. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗശമനം. ഇപ്പൊ രോഗം വന്ന് എന്തെങ്കിലും മരുന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ആ രോഗിക്ക് അസുഖം ഭേദമാവൂലേ, അതാണ് രോഗശമനം. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് രോഗപ്രതിരോധ മാർഗങ്ങള്. ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങള് സ്വീകരിക്കാൻ പറ്റും അതിനെ കുറിച്ച്. പിന്നെ റീഹാബിലിറ്റേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫിസിയോതെറാപ്പി, പിന്നെ നമ്മുടെ ഓക്യുപേഷണൽ തെറാപ്പി, അതൊക്കെ റീഹാബിലിറ്റേറ്റീവ് കെയർ ആണ്. അതെന്താണ്? ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ രോഗിക്ക് കിടപ്പ് രോഗി, അതല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വരാൻ പറ്റാത്ത രോഗികൾക്ക് നമ്മൾ ക്ലിനിക്കോ അതല്ലെങ്കിൽ അർജന്റ് കെയർ എന്തെങ്കിലും ചെയ്യേണ്ടത് കൊടുക്കാണ്ട് വീട്ടിൽ ചെന്ന് ചെയ്യുക, അതൊക്കെയാണ് ആംബുലേറ്ററി ബേസിസ്. ഇങ്ങനെയുള്ള രോഗിയുടെ ആംബുലേറ്ററി ബേസിസിൽ ചെയ്തു കൊടുക്കുക. പിന്നെ എന്താണ് ഈ 5th 7th ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ത്രൂ ഹെൽത്ത്, നല്ല ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആളുകൾക്ക് കൊടുക്കുക. പിന്നെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസിൽ ഒരു രോഗിയുടെ ഇൽനെസിന്റെ ബേസിസിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ രോഗം മാറാൻ വേണ്ടി ഇഫക്റ്റീവ് ആയിട്ട് രോഗിക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. നെക്സ്റ്റ് ഫോളോ അപ്പ് കെയർ, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് ഞാൻ പറഞ്ഞു, ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ പറ്റൂല, അങ്ങനെയുള്ള രോഗികൾക്ക് നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക്, ഇപ്പൊ ഹോസ്പിറ്റലിൽ നേരിട്ട് എൻ്റർ ആവാൻ പറ്റാത്ത രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് അവരുടെ രോഗത്തിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുക.
പിന്നെ ഫോളോ അപ്പ് കെയർ ആൻഡ് ഹെൽത്ത് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. എന്താണ് ഫോളോ അപ്പ്? ഇപ്പൊ ഒരു പേഷ്യന്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആൾക്ക് ഇനിയും വരണം, അതാണ് എന്ന് വെച്ചാൽ വീണ്ടും വരേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ഫോളോ അപ്പ് ആണ്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് എന്താണ് പേഷ്യന്റിന് ഒരു ഫോളോ അപ്പ് കെയർ ആവശ്യമുണ്ട്. അതല്ല പിന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം രോഗിക്ക് എന്തെങ്കിലും കെയർ ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ളത്. അതാണ് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. മനസ്സിലായോ? നോക്കിയേ ഫസ്റ്റ് മുതല്. ഫസ്റ്റ് വൺ ഞാൻ ക്ലാസ്സിൽ കയറാൻ താമസിച്ചു, അപ്പൊ എനിക്ക് ആദ്യത്തെ ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ നെക്സ്റ്റ് ഇപ്പൊ ലാസ്റ്റ് വരെ ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കേട്ടാൽ മതി. റെക്കോർഡഡ് ക്ലാസ് കേട്ടാൽ ക്ലിയർ ആവും. ഓക്കെ. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് OPD-യില് എന്താണ് OPD? OPD എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാല് ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യുക, അവരുടെ അസുഖത്തിന് ഡോക്ടർമാര് ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും അവരുടെ ഇൽനെസ്സിന് എന്ത് ട്രീറ്റ്മെന്റ് ആണോ ചെയ്യേണ്ടത്, എന്ത് മെഡിസിൻസ് ആണോ കഴിക്കേണ്ടത് എന്നുള്ള ഒരു ഇത് പറഞ്ഞു കൊടുക്കുക. OPD സർവീസ് ആർ മെഡിക്കൽ. എന്താണ് OPD സർവീസ്? എന്തിന്റെ ബേസിസിലൊക്കെയാണ് ഈ പേഷ്യന്റിനെ കിട്ടുന്നത്? ഡയഗ്നോസിസ്, അവളുടെ അസുഖത്തെ ബേസ് ചെയ്ത്, ഒബ്സർവേഷന് നിരീക്ഷിച്ച് എന്തെങ്കിലും ഇപ്പൊ ടെസ്റ്റുകളോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അതിന്റെ ബേസിസിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ എന്തെങ്കിലും പറയുന്നുണ്ട്. ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫർദർ ആരോഗ്യക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളുണ്ട്, അത് ട്രീറ്റ്മെന്റ്. ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്, എന്തെങ്കിലും തെറാപ്പീസോ എന്തെങ്കിലും രോഗം ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻസ് ആളുടെ ഡിസോർഡറിന് എന്തെങ്കിലും ആക്ഷൻസ്, എന്തെങ്കിലും സ്കാനിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ വല്ല തെറാപ്പീസ് ചെയ്യേണ്ടതുണ്ടോ, അതിന്റെ ബേസിസിലാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ രോഗിക്കുള്ള ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒരു നല്ല പ്രൊവൈഡിങ് ക്വാളിറ്റി ഉള്ള നല്ല ഗുണനിലവാരമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, കെയർ കൊടുക്കുക പേഷ്യന്റ്. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റിൽ മോഡേൺ ടെക്നിക്സും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ പേഷ്യന്റ് എങ്ങനെയായിരിക്കാം? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, ടോട്ടൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിന്നെ പബ്ലിക് റിലേഷൻ എന്തായിരിക്കണം? ഗുഡ് പബ്ലിക് റിലേഷൻസ് ആയിരിക്കണം. നെക്സ്റ്റ് സ്കോപ്പ് എന്തൊക്കെയാണെന്ന്. എന്താണ്? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസ്. പിന്നെന്താണ്? പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് കെയർ. എന്താണ്? രോഗം വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ മാറുന്നതിനുമായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും. എന്താണ്? അതിനുവേണ്ടി എന്തൊക്കെ വേണം? ക്ലിനിക്ക് വേണം, പിന്നെ ഡയബറ്റിക് സെന്റർ വേണം, പിന്നെ എന്താണ്? ആന്റിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് ലേഡീസിന് നടത്തുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ചികിത്സ. നെക്സ്റ്റ് റീഹാബിലിറ്റേഷൻ സർവീസ്. എന്താണ്? ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, അങ്ങനെയുള്ള സർവീസസ്. ഈ ഒക്യുപേഷണൽ തെറാപ്പിയിൽ പെടുന്നതാണ് സ്പീച്ച് തെറാപ്പി, ലാംഗ്വേജ് തെറാപ്പി, ഒക്കെ ഒക്യുപേഷണൽ തെറാപ്പീസ് ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് OPD എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെന്താണ്? ഷെയർ എന്തെങ്കിലും ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും IPD-യിലേക്ക് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കണം. എന്തെങ്കിലും എക്സ്പാൻഷൻ, കൂടുതലായിട്ട് എന്തെങ്കിലും നവീകരണങ്ങളോ എന്തെങ്കിലും പുതിയ എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്കോപ്പ് കൂടി അവിടെ ആ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെന്താ? OPD-യിൽ 3 ടൈപ്പ് ഏരിയ ഉണ്ടായിരിക്കുക. ഒന്ന് പേഷ്യന്റിന്റെ ഏരിയ, 2 അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിങ്ങാണ്ട് തെറാപ്പീസ് ചെയ്യുന്നത്. ഇപ്പൊ ലാംഗ്വേജ്, ഇപ്പൊ ഒരു കൊച്ചിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം അങ്ങനെയുള്ളതിന് ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും ഉണ്ട് അങ്ങനെ ലാംഗ്വേജ് തെറാപ്പി. പിന്നെ സംസാരിക്കാൻ എന്തെങ്കിലും കുറഞ്ഞപ്പോ അങ്ങനെ എന്തെങ്കിലും
ക്ലിയർ ആവുന്നില്ല സംസാരം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, സ്പീച്ച് തെറാപ്പി കൊടുക്കും. അതൊക്കെയാണ് ഒക്യുപേഷണൽ തെറാപ്പി. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയാണ്? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയില് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ക്ലിനിക്കൽ ഏരിയയില് കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. നെക്സ്റ്റ് ബാക്കി ഒന്ന് നോക്കിയേ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. ഫ്ലോ പാറ്റേൺ, എക്യുപ്മെന്റ്, ഫങ്ഷൻസ് ഓഫ് OPD നോക്കിയോ ഒന്ന്. മാം ക്യൂറേറ്റീവ് എവിടെയാണ്? ഫങ്ഷൻസ് ഓഫ് OPD. രോഗശമനം. എന്തെങ്കിലും രോഗം വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ആൾക്ക് എന്ത് ചെയ്യും? രോഗം മാറൂലേ? ഓക്കെ മാം. രോഗശമനം. മാഡം റീഹാബിലിറ്റേറ്റീവ്. റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാല് പുനരധിവാസം എന്നാണ് ഉദ്ദേശിക്കണേ. എന്ന് വെച്ചാല് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ കയ്യിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അസുഖം വന്ന് അത് മാറിയതിനു ശേഷം അവർക്ക് നൽകുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ കയ്യൊക്കെ ഒടുങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് പിന്നെ ചിലപ്പോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വരില്ലേ? അതൊക്കെയാണ് റീഹാബിലിറ്റേഷനിൽ വരുന്നത്. അസുഖം മാറിയതിനു ശേഷം അവർക്ക് നൽകുന്ന ട്രീറ്റ്മെന്റുകൾ, എന്തെങ്കിലും ട്രെയിനിങ്, തെറാപ്പീസ് ഒക്കെ ചെയ്യണത് എന്ന് പറയണത്. മാം ലൊക്കേഷൻ ഓഫ് OPD ഒന്നുകൂടെ പറയാമോ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം OPD-യിൽ. എന്താണ്? ഒരാള് കയറി ചെല്ലുമ്പോ തന്നെ അല്ലേ, ഒരു പേഷ്യന്റ് കയറി ചെല്ലുമ്പോ തന്നെ എൻട്രൻസ് കഴിഞ്ഞ് റിസപ്ഷനിൽ ചെന്ന് അങ്ങനെ അല്ലേ, എവിടെയായിരിക്കുക? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുക. ഷുഡ് ഷെയർ വിത്ത് IPD. ഇപ്പൊ OPD-യിൽ എന്തെങ്കിലും പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് IPD-യിലേക്ക്, ഇപ്പൊ ആള് അഡ്മിറ്റ് ആണെങ്കിൽ എന്ത് വേണം? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ രോഗിയുടെ വിവരങ്ങൾ കൊടുക്കണ്ടേ? കൊടുക്കണോ? അതെ, കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാ? ഷുഡ് ഷെയർ വിത്ത് IPD. ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫേസ് ഫെസിലിറ്റീസ്. ഈ OPD സെക്ഷൻ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടും തെറാപ്യൂട്ടിക്കിന് വേണ്ടിയിട്ട് തെറാപ്പികൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തുക. ഇപ്പൊ ഇതൊക്കെ പോലെ തന്നെ എന്താണ് നമ്മുടെ ലാബുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക് ചെയ്യാനായിട്ട്. യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒരേ സൈഡിലേക്കുള്ള ഫ്ലോ, ഒരു ദിശയിലേക്ക് മാത്രം പോകാനുള്ള സൗകര്യം. ഇപ്പൊ ഒരു റിസപ്ഷനിലേക്ക് 4 സൈഡിൽ നിന്ന് ആളുകൾ വന്ന് എന്ത് ചെയ്യും? ഭയങ്കര തിരക്കായി പോവില്ലേ? ക്യൂ നിൽക്കാനും ഇല്ലേ, ആകെപ്പാട് ഒരു ബുദ്ധിമുട്ടായി പോകും. അപ്പൊ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കുക. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, എന്തെങ്കിലും പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് OPD-യിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള സ്കോപ്പും കൂടി ഉൾപ്പെടുത്തണം. അതും കൂടി നമ്മൾ മുൻകൂട്ടിയിട്ട് വേണം OPD സെറ്റ് ചെയ്യാൻ. ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ തൊണ്ടയിലോ ശ്വസനനാളത്തിലോ വോയിസ് ബോക്സിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വോയിസ് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് എന്താ പെട്ടെന്ന് വോയിസ് ഇല്ലാതാവും. അപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്താ ഡോക്ടർ ഒരു ചെറിയ ഉപകരണം ഇറക്കിങ്ങാണ്ട് ടെസ്റ്റ് ചെയ്യും. അതിനെ പറയുന്നതാണ് ലാറിംഗോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസകോശത്തിൽ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ അറിയാനായിട്ട് ഒരു പൾമനോളജിയുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നോക്കുന്ന ഒരു പൾമനോളജിസ്റ്റിന്റെ സഹായത്തോടെ നമ്മൾ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ ഒരു ട്യൂബ് ഇട്ടുങ്ങാണ്ട് ശ്വാസകോശത്തിലേക്ക് ശ്വാസനാളത്തിലേക്ക് ഇട്ടുങ്ങാണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബ്രോങ്കോസ്കോപ്പി. ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കഴുത്തില് അതല്ലെങ്കിൽ വോയിസ് ബോക്സിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട്.
മറ്റേ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോട്ടോ. മാം അത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ മാം. ചാപ്റ്റർ ഇത് എത്രാമത്തെ ചാപ്റ്ററാ മാം? 6ാമത്തെ 6th ചാപ്റ്റർ. ആ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഉണ്ടല്ലോ മാം? ഉണ്ട്. ഓക്കെ, താങ്ക് യു മാം. ചാപ്റ്റർ 6. ഓക്കെ മാം.